നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി, ആദ്യനും അന്ത്യനും സർവശക്തിയുള്ള ദൈവമായി കർത്താവായി ഞങ്ങളുടെ സ്നേഹിതനായി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നാമത്തിനും മേലായ നാമമുള്ളവൻ, സർവത്തിനും ഇത് ദൈവമായിരിക്കുന്നവൻ ഞങ്ങളുടെ സ്നേഹിതനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ സ്തുതിപ്പായി കൃപ നൽകിയാട്ടെ. ഈ കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. കർത്താവെ, തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ, നിന്നിൽ പരിജ്ഞാതി വളരുവാൻ, നിന്നെ അനുഭവിച്ചറിവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിൻ്റെ നാളടുത്തിരിക്കാൻ കർത്താവെ, നിന്റെ അവകാശത്തെ നിന്നോട് സദൃശ്യന്മാരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തിയോടെ ഇടപെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നിരുന്ന പരിസരങ്ങളെ, യൂട്യൂബിൽ കൊടുക്കുന്ന ജനത്തിൽ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വ ക്രൂശന് ഇസ്രായേലിനെ നാം അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നതിനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചന ധ്യാനത്തിനായി തക്കണം കർത്താവ് ഒരു അവസരം നൽകി. ഈ ദിവസങ്ങളൊക്കെ ശ്രേഷ്ഠമായൊരു സബ്ജക്റ്റിൻ്റെ ഒരു റിവിഷൻ എന്ന വണ്ണമാണ് ഈ ഗ്രേറ്റ് സാൽവേഷൻ എന്ന സബ്ജക്റ്റ് നമ്മളൊന്നും കൂടി ചിന്തിക്കുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മലയാളക്കരയിൽ ചില ഉന്നതമായവരായ ദൈവദാസന്മാരെന്ന് പേർ പറയുന്നവർ, അവർ ദൈവദാസന്മാരെന്ന് വിളിക്കുവാൻ എനിക്ക് ലജ്ജയുണ്ട്. ദൈവത്തിനെ സേവിക്കുന്നവരെയാണ് ദൈവത്തെ സെർവൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ്റെ ടോപ്പിലിരിക്കുന്നത് കൊണ്ടോ ഒന്നും ദൈവദാസന്മാരാകയില്ല. അമ്മേ സ്തോത്രം. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ, ദൈവത്തിൻ്റെ സെർവൻസ് ആയിരിക്കുന്നവരെയാണ് നല്ല മലയാളത്തിൽ പറഞ്ഞ ദൈവദാസന്മാർ, അല്ലെങ്കിൽ സെർവൻ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് തോന്നിപ്പോകരുത്. ഇതൊക്കെ ഒരു പറഞ്ഞ് ഇവ കാര്യങ്ങൾക്കൊക്കെയും ഒരു വിലയില്ലാതായി തീർന്നു. സ്തോത്രം. ഏലിയാവിൻ്റെ കാലത്തായിരുന്നപ്പോൾ ഏലിയാവിനെ പിടിച്ചുകൊണ്ട് വരാൻ തക്കവണ്ണം രാജാവ് ആളയച്ചപ്പോൾ 50 പേരെ അയച്ചപ്പോൾ ദൈവപുരുഷനെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് തീയിറങ്ങി ദഹിപ്പിച്ച് കളയിട്ടത് പറഞ്ഞ് ദഹിപ്പിച്ച് കളഞ്ഞു. അത് കണ്ട് യോഹന്നാൻ ശിഷ്യന്മാർ നിന്നെ ഞാൻ ഇരുണ്ട് പേരായിട്ട് അഴിച്ചപ്പോൾ ചിലർ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ അവരോട് കൂടി ചേർക്കുന്നവർ അവർ സമ്മതിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവർ ചോദിച്ചു, കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിന് തീയിറക്കാനൊക്കെ വേണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്താ ആത്മാനധീനരായിരിക്കും നോക്കാനായിട്ട്. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ വേറെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ വേറെ. പക്ഷേ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിലെ ദൈവനീതിയും പുതിയ നിയമത്തിലെ ദൈവനീതിയും ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് മാറ്റമില്ല, ദൈവനീതിക്ക് മാറ്റമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിധി തന്നെയാണ്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്തത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ അടിസ്ഥാനപരമായ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ കാര്യത്തിൽ പല അഴിവ് നടത്തുവാൻ, അല്ലെങ്കിൽ ചില എന്താ പറഞ്ഞ ഒന്ന് അഴിക്കുകയും, ഇതിൽ ചില വില്ലന്മാരുണ്ട് കേട്ടോ. കർത്താവ് ബാട്രിക്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മലയിലെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നുണ്ട്, ഇതിലെ വചനങ്ങളൊക്കെയും അഴിക്കുകയും അതിന് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ദൈവരാജ്യത്തെ ഏറ്റവും ചെറിയവനാകും. ഇതിനെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തെ ഏറ്റവും വലിയവനാകും. ഞാനിത് ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് അല്പമായിട്ട് അഴിച്ചൊന്ന് പഠിപ്പിച്ച കുഴപ്പമൊന്നുമില്ല, ദൈവരാജ്യത്തിനകത്ത് തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കും. ദൈവരാജ്യത്തിനകത്താണോ പുറത്താണോ എന്നുള്ളത്. ഇങ്ങനെ ചില ഉപായങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിൽ ഫിസിക്കൽ ലോ ആയിരുന്നു, ഫിസിക്കൽ പണിഷ്മെൻറ്റുകളായിരുന്നു. പുതിയ നിയമത്തിൽ സ്പിരിച്വലാണ്, സ്പിരിച്വൽ സാൽവേഷനാണ്, സ്പിരിച്വൽ പണിഷ്മെൻറ്റുകളാണ്. പഴയ നിയമത്തിൽ ആകാശത്ത് തീയിറങ്ങി ഏലിയാവിൻ്റെ ദൈവം തന്നെയാണ് തെളിയിച്ചു. പുതിയ നിയമത്തിൽ അതിനേക്കാൾ ഹാർഡാണ്. സ്തോത്രം. അത് മനസ്സിലാക്കുന്നത് നല്ലത്. ഈ പാസ്റ്റർ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന വാക്കാണല്ലോ പറയുന്ന
ചിന്തിക്കരുത്. ദൈവവചനം അത്ര ശ്രേഷ്ഠമാണ്. അടിസ്ഥാനപരമായ ഉപദേശത്തിൽ തെറ്റു വന്നപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ആയിത്തീരാൻ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ശത്രു ആദ്യം ഉപദേശത്തിലാണ് തെറ്റിക്കുന്നത്. ഉപദേശത്തിൽ തെറ്റുമ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ അകന്നു പോകുന്നു. ദൈവമായിട്ടുള്ള കൂട്ടായ്മ അകന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മൃഗത്തെ പോലെയായി. പിന്നെയാണ് മോറൽ സിൻസ് വരുന്നത്. ഈ മോറൽ സിൻസിന് ചെത്തി വെളുപ്പാക്കി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ദൈവത്തോട് നിരപ്പിക്കുവാനാണ് നോക്കുന്നത്. അതിന് സുവിശേഷം തന്നിരിക്കുന്നത്. ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുക. ഈ ശുശ്രൂഷയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, വേറെയല്ല. അപ്പോൾ അല്പമായിട്ട് അഴിക്കുകയും അങ്ങനെ ഒരു ഉപദേശമാണ്. ആ ഉപദേശം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേറൊരു പാസ്റ്ററിനെ കൊണ്ട്, പുള്ളിക്കാരൻ റാന്നിക്കാരനായിരുന്നു, അവിടെ പോയി അമേരിക്കയിൽ പോയി ഒരു യഹൂദൻ്റെ കൂടെ പണ്ടൊരിക്കൽ ഞാൻ ഒന്ന് പിടിച്ചതാ കക്ഷിയെ. അവിടെ പോയി ഒരു യഹൂദൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉപദേശത്തിൽ ഒരു അഴിവ് പരത്തി. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ് മുമ്പിൽ പറഞ്ഞിരുന്നല്ലോ, അമേരിക്കയിൽ നല്ല ഉപദേശം ശരിയായ രീതിയിൽ നടത്തി നല്ല റിവൈവൽ നടന്ന അമേരിക്കയും ഇംഗ്ലണ്ടും, അവിടെ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് ദേവദാസന്മാർ വന്നതൊക്കെ. നല്ല റിവൈവൽ നടന്ന കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഇച്ഛകൾ പൊങ്ങി വന്നപ്പോൾ അറിയാതെ വഴുതിപ്പോയി. അപ്പോൾ സത്യോപദേശത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഹൃദയങ്ങളിലുള്ള ആഗ്രഹത്തെ തിയോളജിയാക്കി മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് യാപരണം, അല്ലെങ്കിൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ഓൾവേസ് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നൊക്കെ പറഞ്ഞുള്ള പല കാര്യങ്ങളും ഉപദേശം കടന്നു വന്നത്. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതിന് ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കും. നമ്മൾ ഫെയ്ത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഈ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. 1 Corinthians chapter 1:30 നമ്മൾ പല പ്രാവശ്യം ബൈകാട്ട് പഠിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും വായിക്കും. ബട്ട് ഓഫ് ഹിം യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. സഭയോട് പറയാണ്, ദൈവസഭയോട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന മണവാട്ടിയായിരിക്കുന്ന സഭയോട് പറയാണ്, യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു ബിക്കം ഫോർ us wisdom from God and righteousness and sanctification and redemption. മലയാളത്തിലാണെങ്കിൽ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനായിട്ട് വേർതിരിക്കുകയാണ്. പഴയ നിയമത്തിലാണെങ്കിൽ അനേക കാര്യങ്ങൾ സാങ്ക്ടിഫൈ ചെയ്തിട്ടുണ്ട്. പുരോഹിതനെ സാങ്ക്ടിഫൈ ചെയ്ത് ദൈവത്തിന്റെ പൂർണ്ണ ശുശ്രൂഷയ്ക്ക് വേണ്ടി മഹാപുരോഹിതൻ അഹരോന്റെ അവരുടെ 4 മക്കളെയും വേർതിരിച്ചു. ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന സകലവിധ ഉപകരണങ്ങളെയും, സകലവിധ ചെറുതും വലുതുമായ സകല ഉപകരണങ്ങളെയും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു. അന്ന് ഫിസിക്കൽ പ്രമാണങ്ങൾ അനുസരിച്ചായിരുന്നു വേർതിരിച്ചിരുന്നത്. ഇന്ന് ഫിസിക്കലല്ല, ആത്മീകമാണ്. ശരിക്കും മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ് പറഞ്ഞത് ഈ അമേരിക്കയിലൊക്കെ സംഭവിച്ചതിന്റെ കാര്യം, അതിന്റെ ട്രേസസ് ആണ്. നമ്മുടെ അപ്പച്ചമാർ അവിടെ പോയിട്ട്, അമ്മച്ചിമാരൊക്കെ പലരൊക്കെ നഴ്സിംഗ് ഒക്കെ അവിടെ പോയി ജോലി കിട്ടി. അന്ന് ഇവിടുന്ന് കരകയറാം, ഗ്രീൻ കാർഡായി, അങ്ങനെയൊക്കെ ആയി. ഒരിക്കൽ ഞാൻ ദുബായിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ചില വർഷങ്ങളായിട്ട് ശുശ്രൂഷിച്ചിരുന്ന ഒരു ദേവദാസൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. വൈഫ് അമേരിക്കയിലാണ്. അപ്പോൾ ആ ഫ്ലാറ്റാണ് ഞങ്ങൾ വാടകയ്ക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ മീറ്റിങ്ങിൽ ഞാൻ അവിടെ ചെന്നിരുന്നു, ചാവി മേടിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഞാൻ കടന്നു പോകുന്ന ചർച്ചിൽ 33ാമത്തെ പാസ്റ്ററായിട്ടാണ് ഞാൻ പോകുന്നത്. 33ാമത്തെ പാസ്റ്റർ. 3 മാസത്തിലൊരിക്കൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ മാത്രം അവസരം കിട്ടും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചോദിച്ചു, എന്തിനാ അച്ചായ പിന്നെ അങ്ങോട്ട് പോകുന്നേ? അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാണ് 3 മാസത്തിലൊരിക്കൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത്. ഞാൻ അമേരിക്ക തുച്ഛീകരിക്കുകയല്ല, പോകുന്നത് നല്ലതാ, ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അമേരിക്കൻ്റെ വെള്ളം കലർത്തി ഉപദേശത്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ ഹൃദയത്തിലെ ഇച്ഛയെ ഞാൻ പറഞ്ഞല്ല കേട്ടോ. 1800കളിൽ കർത്താരദാസൻ ചാൾസ് പറഞ്ഞ കാര്യമാണ്. ഞാൻ വീഡിയോ തന്നെ 2 ക്ലാസ് മുമ്പ് കേൾപ്പിച്ചിരുന്നു. അവരുടെ ഹൃദയത്തിലെ ഇച്ഛകളെ നടത്തിയെടുക്കാത്തൊക്കെ വേണം അതിനെ തിയോളജി ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു. സ്തോത്രം. ഇതൊന്നും നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന
ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതിന് ജയിക്കാതിരിക്കത്തക്കവണ്ണമാണ് ഞങ്ങൾ ഈ കണ്ടം കീറുന്നത്. സ്തോത്രം. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് മുറിവുണ്ടായാലും ഞാൻ ആ വീണ്ടും അതേക്കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നു. പിന്നെ അത് ഹൃദയത്തിൽ കയറും. എൻ്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന, എൻ്റെ മാത്രമല്ല അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന. അപ്പം അതിനകത്ത് വീണ്ടും ഒന്ന് വെള്ളത്തേക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞത്, ഈ റാന്നിക്കാരൻ അച്ചായൻ അവിടെ പോയി ഡോക്ടർഷിപ്പ് എടുത്തു. ഒരു യഹൂദൻ്റെ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിട്ട്. അപ്പോൾ യഹൂദനുമായിട്ട് തല കറക്കുകളൊക്കെ വന്ന് യഹൂദൻ അവനെ പിടിച്ച് കൈ ഓടിച്ച് കയ്യിൽ കൊടുത്തു. ജോലി ചെയ്യാൻ പോയതാണ്. പിന്നീട് അച്ചായൻ ആഭരണം ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഉപദേശം കൊണ്ടുവന്ന് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ പോയി ജോലി ചെയ്തോ, സമ്പത്തുണ്ടാക്കിക്കോ, ഒരു തവണസുമില്ല. സത്യ ഉപദേശത്തെ വലച്ചകളെ തന്നെ ആരും ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്തൊരു വാക്യം വായിക്കും. ഈ വാക്യം വായിക്കുമ്പോഴാണ് അമേരിക്കൻ ക്രിസ്ത്യാനികളൊക്കെ വലയുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയൻസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 12-14 ഒരു വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. എന്തിനാ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഫിലിപ്പി സഭയോട്? അത് ഫിലിപ്പി സഭയിലാണ് പൗലോസ് ക്രിസ്തുവിനെ നേടേണ്ടതിന് തൻ്റെ പാരമ്പര്യമായിട്ടുള്ള സകല കാര്യങ്ങളും ചപ്പും ചവറും പോലെയാണ്. ആ ക്രിസ്തുവിനെ പേഴ്സണലായിട്ട് അനുഭവിച്ചറിയുമ്പോൾ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നതിന്റെ ഔന്നത്യം മനസ്സിലാക്കിയ പൗലോസ് പറയാണ്, എൻ്റെ പാരമ്പര്യം ബെന്യാമീൻ ഗോത്രക്കാരൻ, ഞാൻ ഈ പരീശനായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഈ വക സകല കാര്യങ്ങളും എനിക്ക് ക്രിസ്തുവിനോട് കമ്പയർ ചെയ്യുമ്പോൾ ചപ്പും ചവറും പോലെയാണ്. ഇതൊരു പ്രാവശ്യം പോലും അനുഭവിക്കാത്തവരാണ് ഈ ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും അനുഭവിക്കാത്തവരുടെ ആഭരണം ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചേക്കാം. കൂടെ കർത്താവിനും കൂടെ കിട്ടുന്നതാണ് അവർ കരുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാൻ കിട്ടുമില്ല എന്നുള്ളത്. സ്തോത്രം. ഇതിന് അടിസ്ഥാനമായിട്ടൊരു വാക്യമുണ്ട്. ഇവരെ വാക്യങ്ങളുണ്ട് കേട്ടോ, എല്ലാത്തിനും വാക്യമുണ്ട്. അത് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6-ന്റെ 11 എന്ന് വായിക്കാം. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം. But you were washed, but you were sanctified, but you were justified in the name of our Lord, in the name of the Lord Jesus, and by the Spirit of our God. അവിടെ മാസ്റ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. Sanctified, but you were justified. ഇവിടെ 2 വാക്കുകളുടെയും അർത്ഥം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് സാങ്ക്ടിഫൈഡ് അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ, എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത്? ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവനായി തീരുക. ഇത് നാം അല്ല തീരുമാനിക്കുന്നത്. ഒരു സഭയ്ക്ക് അതിന് ചാർജ് ഇല്ല, ഒരു സെൻട്രൽ പാസ്റ്റോ ചാർജ് ഇല്ല, ഒരു മനുഷ്യനും അതിന് ചാർജ് ഇല്ല. ദൈവത്തിന് മാത്രമേ ആ ഒരു പവറുള്ളൂ. ഇവൻ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യൻ. ഈ അവസ്ഥയിലെത്തുന്ന ഒരു സോളിനെ പറയുന്നതാണ് ജസ്റ്റിഫൈഡ്. ആ പ്രോസസ്സിലേക്ക് നടത്തുന്ന കാര്യത്തെ പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ ഇവിടെ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഓൾറെഡി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ട നാളില് ശുദ്ധീകരണവും നീതീകരണം നടന്നു കഴിഞ്ഞ് പാസ്റ്റ് ഈ കാര്യത്തിൽ മിണ്ടി പോയേക്കരുത്. പിന്നെന്തിനാ പൗലോസ് ഫിലിപ്പിനോട് പറഞ്ഞ് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, therefore my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. Why? ശുദ്ധീകരണം നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒന്നേ പിന്നെ ഞാൻ എന്തിനാ ഭയത്തോടും വിറയലോടും കൂടെ എൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്? അപ്പൊ വാക്യം കൊണ്ടുവരും, കൃപയാലാണ് രക്ഷ. അപ്പൻ്റെ കൗണ്ടർ വാക്യവും പറഞ്ഞുതരാം. കർത്താവിന്റെ സഹോദരനും യാക്കോബ് എതിരിക്കുന്നത് എന്താ? ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന്. അത് നിൽക്കട്ടെ. ഈ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6-ന്റെ 11 ഒന്ന് നമുക്ക് എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11. അതിന് വായിക്കുന്നതിന് മുമ്പ് രസകരമായ ഒരു ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയാണ്, നിങ്ങളും
ചിലർ ഈ വകക്കാരായിരുന്നു. ഇത് ആദ്യം ചിന്തിച്ചിട്ട് വേണം അടുത്ത് ചിന്തിക്കാൻ. എങ്കിലും നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഓൾറെഡി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു, അതിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അന്നത്തെ കുറിച്ച് സഭയോട് പറയുകയാണ്. അപ്പൊ ഇതിലല്ലാത്ത ചില ആൾക്കാരെ കുറിച്ച് ഒരു വിശദീകരണം പറയുന്നത് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1 തുടങ്ങിയൊന്ന് വായിക്കണം. അപ്പോഴാണ് ഈ പാർട്ടികൾക്കൊക്കെ എന്താ സംഭവിച്ചെന്ന് അറിയാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 എന്താ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊന്ന് വായിച്ചു മനസ്സിലാക്കാം. നിങ്ങളിൽ ഒരുത്തര് മറ്റൊരുത്തരോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഈ പറഞ്ഞ പുള്ളികൾക്കെല്ലാം തിരുവല്ലയില് കോടതിയിൽ 100-ൽ കൂടുതൽ കേസുകളുണ്ട്. എന്നിട്ടാ പറയണത്, അയ്യോ അബദ്ധമായി പോയി. ആഭരണ വർജനം പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മുടെ പെന്തിക്കോസ്തിലേക്ക് എല്ലാ മെത്രാന്മാരും പോപ്പടക്കം ഒഴുകി ഇങ്ങനെ വരുമായിരുന്നു. ഈ ഒരു ആഭരണ വിഷയം മാത്രമേ ബുദ്ധിമുട്ടായി തീർന്നുള്ളൂ. അപ്പൊ ഇത് ബുദ്ധിമുട്ടാണോ ഇല്ലെന്ന് ഞാൻ ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ സ്ഥാനം എവിടെയാണ് ചിന്തിക്കാൻ പോവുകയാണ്. എന്താ കർത്താവ് പറഞ്ഞ ഉപദേശത്തിൽ ഒന്ന് അഴിക്കുകയും അതിന് പഠിപ്പിക്കുകയും ചെയ്തവൻ ദൈവരാജ്യത്തില് പുറത്തുനിന്നല്ല പറഞ്ഞിരിക്കുന്ന, അകത്ത് ചെറിയവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ആചരിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവൻ ദൈവരാജ്യത്തിൽ വലിയവരെന്ന് പിടിക്കപ്പെടും. ഇപ്പൊ ഇവരെവിടെയാണെന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അവരുടെ കാര്യം പോകുമ്പോൾ കൂട്ടത്ത് നമ്മുടെ കാര്യം കൊണ്ട് കൺസിഡർ ചെയ്യണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഈ യൂട്യൂബിൽ കേൾക്കുന്നവരും, നിങ്ങളിൽ ഒരുത്തരും മറ്റൊരുത്തരോടൊരു കാര്യമുണ്ട്. ആരല്ല, സഭയ്ക്കകത്ത് പറയുകയാണ്, ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരേ അപ്പം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം നിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാകുന്നു, ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഇതൊന്ന് ഭക്ഷിക്കുന്ന ഞങ്ങൾ ഏവരും ഒന്നാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് നുറുക്കി തിന്നുന്നവർ പറയുകയാണ്, ഒരുത്തരും മറ്റൊരുത്തരോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പാകെ. നാരായണക്കുറുപ്പ് അല്ലെങ്കിൽ പോറ്റിയുടെ മുമ്പിലാണ് വക്കീൽ പിടിക്കുന്നത്. 1,00,000 രൂപ വേണമെങ്കിൽ കൊടുക്കാം. 100-ൽ കൂടുതൽ കേസുകളുണ്ട്. പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. ക്രിസ്തുവിലാണെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് സകലത്തിന്മേൽ അധികാരം നടത്തുന്ന പോലെ നിന്നിൽ വസിച്ചുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിൽ സകല കർത്തൃത്വം നടത്തും. ഇതാ ദൈവസഭ. ഇത് അനുഭവിച്ചിട്ടാ പറയുന്നത്, വെറുതെ പറയല്ല, ഊഹാഭോഗമല്ല. നിങ്ങൾക്കും സാധിക്കും. ഇതിന് പ്രത്യേകമായി ഡിഗ്രി വേണ്ട. ഒരു ബൈബിൾ കോളേജിലും പോണ്ട. നിന്റെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന് വാഴുവാൻ ഇടം കൊടുക്കുക. ആ ഇടം കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെളിപ്പെട്ട് കിട്ടുന്ന സെൽഫുകളെ മാറ്റിക്കളയണം. ഇതാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾ ആ മൂവ്മെന്റ് ജസ്റ്റിപ്പെടാം. എപ്പോൾ ആ മൂവ്മെന്റ് നിന്ന് മാറി സെൽഫിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ ആ മൂവ്മെന്റില് ജസ്റ്റിഫൈഡ് എന്ന അവസ്ഥ മാറി വീണ്ടും പാപത്തിന് ദാസിദാസന്മാരായിട്ട് വരും. അപ്പോൾ ഇവരെവിടെയായിരിക്കും നോക്കാം നമുക്ക്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, പോലീസ് വന്നിട്ടാ അടി നിർത്തിയത്. നമ്മൾ ഈ മലർന്നു കിടന്ന് തുപ്പൊന്നും നല്ലതല്ല. പക്ഷേ ഇത്തരം ഉപദേശങ്ങൾ കൊണ്ട് വിശ്വാസികളെ കുഴച്ചു നോക്കുമ്പോൾ ഗർജിച്ചേ മതിയാകുകയുള്ളൂ. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ ഒരു കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, അല്ല സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ പോലീസിന്റെ മുമ്പിൽ. സ്റ്റേറ്റ് ഹെഡും സെൻട്രൽ ഹെഡും ഞങ്ങൾ സ്റ്റേറ്റിന്റെ കാര്യം ഞങ്ങൾ നോക്കിയോളൂ, നിങ്ങൾ അമേരിക്കയിൽ ഞങ്ങൾ നിയന്ത്രിക്കാൻ വരണ്ട. ഞങ്ങൾ സ്റ്റേറ്റിന്റെ കൺവെൻഷൻ നടത്തി, നിങ്ങൾ സെൻട്രലിന്റെ കൺവെൻഷൻ നടത്തിക്കോ. എന്നിട്ട് പറയാണ്, ആഭരണം ധരിച്ച നിയമം കൊണ്ട് അബദ്ധമായി പോയി. ആ പച്ചബാബു ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മുടെ ചീഫ് എഡിറ്റർ ഒരു പോയിന്റ് എടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചീഫ് എഡിറ്ററിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക്. ചീഫ് എഡിറ്റർ പറഞ്ഞു വന്നത്, കരിസ്മാറ്റിക് മൂത്ത് പെന്തിക്കോസ്തായി നമുക്ക് പത്രോസിന്റെ മുമ്പിലും ചോദിക്കാം, പത്രോസ് അച്ചായോ
അച്ഛൻ എന്നാ കരിസ്മാറ്റിക്കിന്റെ കൂടെ ചേർന്നത്? ഞങ്ങളുടെ ചീഫ് എഡിറ്റർ പറയുന്നത് കരിസ്മാറ്റിക് മൂത്തൊട്ടാണ് പെന്തിക്കോസ്. എന്നെ കർത്താവ് മനസ്സിലാക്കി തന്നത് പെന്തിക്കോസിന്റെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തുടങ്ങിയാണ്. അവിടെ പത്രോസ് പ്രസംഗിക്കാൻ നിന്നപ്പോ 11 പേരോട് കൂടെ നിന്നതാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പെന്തിക്കോസ് അതാണ്. ഇവിടെ ഒരു അച്ചായൻ പറയുന്നത്, അത് ചീഫ് എഡിറ്റർ അച്ചായനാണ് പറയുന്നത്. അല്ലെങ്കിൽ മാഗസിൻ വളരെ പ്രസിദ്ധമായ മാഗസിൻ ആണല്ലോ, പെന്തിക്കോസിന്റെ ടോപ്പ് മാഗസിൻ ആണ്. അപ്പൊ ചീഫ് എഡിറ്റർ അച്ചായൻ പറയാണ് കരിസ്മാറ്റിക് മൂത്തട്ട പെന്തിക്കോസ് ആണ്. അപ്പൊ പത്രോസിന് കാണുമ്പോൾ ചോദിക്കണം, അല്ല നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ എഴുതാം, പത്രോസ് കരിസ്മാറ്റിക് മൂത്തട്ടാണ് പെന്തിക്കോസായേ, അല്ലെങ്കിൽ വാക്തത്വ പ്രകാരം പിതാവിനോട് കേട്ട വാക്തത്വ പ്രകാരം പരിശുദ്ധാത്മാവ് ദാനം ലഭിച്ചപ്പോഴാണോ പെന്തിക്കോസ് ഉണ്ടായെന്ന്? അപ്പൊ ഈ അച്ഛന് സൺഡേ സ്കൂൾ എടുക്കണോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണോ? ഓൾറെഡി ടെർമിനേറ്റ് ആണെന്ന് ആദ്യം വന്ന് നോക്കാം. അല്ല, സഹോദരനെ വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്, നഷ്ടമേറ്റുകൊള്ളാത്തതും എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്യായം, അപ്പൊ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അപ്പൊ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി ഒരു സഹോദരന് പ്രശ്നമുണ്ടായിട്ട് അത് ജാതികളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അതിന് ദൈവസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് അന്യായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ന്യായമല്ലാത്തത്. ഇത് ഞാൻ പറയുന്നതല്ല, ആരെന്നെ കല്ലെറിയാൻ വരണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നതാണ്. സഹോദരനോട് വ്യവഹാരം ഉണ്ടായിട്ട് നീ അവിശ്വാസിയായെന്ന് വക്കീലിനെ പിടിക്കുക, അവിശ്വാസിയെ പോലീസ് വന്ന് കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ അതിനെ പറഞ്ഞിരിക്കുന്നത് അന്യായം. പിന്നെ അതിന് പെയിന്റ് അടിക്കാൻ വേണ്ടി പ്രാന്തിക്കാരൻ അച്ഛൻ അമേരിക്കുന്ന ഡോക്ടറേറ്റ് എടുത്ത് അച്ഛനെ വിളിക്കാനോ ഒന്നും വരണ്ട. അന്യായം അന്യായം തന്നെയാണ്. എന്റെ വേറൊരു കാര്യം പറയുകയാണ്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നല്ലയോ. എന്നിട്ട് വേറെ കുറച്ച് അന്യായത്തിന്റെ പാപസ്വഭാവങ്ങൾ, വേറെ അന്യായങ്ങൾ എന്താണെന്ന് വിവരിക്കുകയാണ്. നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് അന്യായം ചെയ്യുന്നവർ. അതേ കാറ്റഗറിയിൽപ്പെട്ട തന്നെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മ, ഞാൻ പറയുന്നതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് സഹോദരനൊരു വ്യവഹാരം ഉണ്ടായിട്ട് അവിശ്വാസികളുടെ മുമ്പിൽ നീ പോയി എങ്കിൽ നിന്നെയും ഈ കൂട്ടത്തിലാണ് വിളിച്ചിരിക്കുന്നത്. എന്താ കൂട്ടം? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, ഭാവിഷ്ഠാനക്കാർ, കള്ളന്മാർ, അത്യാഗ്രഹ, മദ്യപാന്മാർ, പിടിച്ചുപറിക്കാർ. ഇവരുടെ കൂട്ടത്തിലാണ് നീ. ദൈവരാജ്യത്തിലല്ല. നീ എത്ര വലിയ വെള്ള ഷർട്ട് ഇട്ടാലും, നീ എത്ര വലിയ മേത്തരമായ സോഫയിൽ ഇരുന്നാലും, അവിടെ ഇരുന്നത് അയ്യോ ആഭരണത്തിന് ഉപദേശം കൊണ്ടുവന്നത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞാലും അച്ചായ ദൈവവചനം പറയുന്നു ദൈവരാജ്യത്തിലല്ല. നീയും ഈ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. അയ്യോ ശപിക്കല്ലേ. പണ്ടൊരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പണ്ട് കത്തോലിക്കനും മുസ്ലിമിനും ഹിന്ദുവിനൊക്കെ നിന്റെ മുമ്പിലുള്ള ശബ്ദമുയർത്തുന്ന ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണെന്ന് കരുതിക്കോളൂ. ഇത് പറയേണ്ടാതെ ഞാൻ പല പ്രാവശ്യം വെച്ച്, പക്ഷേ ദൈവവചനം എടുക്കുമ്പോഴൊക്കെ ഇത് ശക്തമായിട്ട് വിളിച്ചു പറയാൻ ദൈവത്തിന്റെ ആത്മ പ്രേരിപ്പിക്കുന്നുണ്ട് പറയുകയാണ്. അപ്പോൾ ഈ അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ദൈവരാജ്യത്തിന് പുറത്താണ് ചിന്താഗതി വേണ്ട. ഇന്നെ വിളിച്ചിരിക്കുന്നത് സഹോദരന് വ്യവഹാരം ഉണ്ടായിട്ട് അന്യജാതിക്കാരെ ഇടയ്ക്ക് നിർത്താൻ പോലീസിനെ വക്കീലിന്റെ അടുക്ക പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്നത് അന്യായം ചെയ്യുന്നവനാണെന്ന്. അതേ കാറ്റഗറിയിലുള്ളതാണ് കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാഷ്ടുവിഷ്ടക്കാർ, പുരുഷമേധനക്കാർ എന്നൊക്കെ പറഞ്ഞു. നീയും അതേ കാറ്റഗറിയിലുള്ളതാണ്, ദൈവരാജ്യത്തിലുള്ളതല്ല.
പിന്നെ എന്തിനാ പെന്തിക്കോസിന്റെ കാര്യം പറയുന്നത്? പച്ചയായിട്ട് നല്ല മലയാളത്തിൽ പറഞ്ഞു തരികയാണ് നിന്റെ സ്റ്റാറ്റസ് എവിടെയാണെന്ന്. അതുകൊണ്ട് റിപ്പന്റ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. അപ്പൊ പറഞ്ഞോ, ഇപ്പൊ സാങ്ക്ടിഫൈഡ് ആണോ ജസ്റ്റിഫൈഡ് ആണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 101 കേസുള്ള ദൈവസഭ, അതിന് വക്കീലന്മാർ പല പല വക്കീലന്മാരുമാണ്. വിസ്തരിക്കാതിരിക്കുന്ന പോറ്റി നാരായണ നായരും അല്ലെങ്കിൽ മറ്റേ മുഹമ്മദൊക്കെയാണ് വിധിക്കാതിരിക്കുന്ന ജഡ്ജിമാര്. മത്തായച്ചനും യാക്കോബച്ചാനും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. ഇനി അവർക്ക് വോട്ട് ചെയ്യുന്നവരും തന്നെയാണ് കേട്ടോ. ഇതൊക്കെ തൊണ്ട കീറുന്നതിനാണെന്നറിയാമോ? നിന്നെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി നിർത്തുവാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന്റെ കരുണ കൊണ്ട് ആരെയും രക്ഷിക്കുമെന്ന് ആരും തോന്നണ്ട. നീ ഒരു മരമുട്ടി ഒരു മെഷീൻ ആയിരുന്നെങ്കിൽ അങ്ങ് സാധിക്കാമായിരുന്നു. നീ ഒരു മോറൽ ഏജന്റാ. അപ്പോൾ നിങ്ങൾ ഈ വകക്കാരായിരുന്നു. ഇത് അന്യായം ചെയ്തൊരു കുറച്ച് പ്രവൃത്തികൾ പറഞ്ഞിട്ട് പറയാണ്, അതേ അന്യായം തന്നെയാണ് ദൈവവചനത്തിൽ പറഞ്ഞത്. നിങ്ങൾ അന്യായം ചെയ്യുന്നു. ഏതാ? സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, പോയിട്ട് പോറ്റിയുടെ അടുത്ത് വക്കീലിന്റെ അടുത്ത് പോകുന്നു. അതും അന്യായമാണ്. വ്യഭിചാരവും അന്യായമാണ്. പുരുഷമായതിനും അന്യായമാണ്. കൊലപാതകവും അന്യായമാണ്. ഇതെല്ലാം ഒരു കാറ്റഗറിയാണ്. നിങ്ങളും ആ വകക്കാരായിരുന്നു. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവരായിരുന്നാലും ഈ സാങ്ക്ടിഫൈഡ് അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് എന്ന വാക്കിന് യോഗ്യതയുള്ളവരല്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ വകക്കാരൻ എങ്കിലും നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി. എന്നാൽ ഇപ്പൊ ഒരു അവസരമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഒരു അവസരമുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നത് ഓർത്ത് നിന്റെ ഡ്യൂട്ടിയാണ്. എഫെസ്യ സഭയുടെ ദൂത് പറഞ്ഞപ്പോ പറയാണ്, നീ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല നല്ല പ്രവൃത്തികൾ, നിന്റെ സഹിഷ്ണുത, നിന്റെ കാര്യങ്ങൾ അപ്പസ്തോലന്മാർ കണ്ടുപിടിച്ചു, നീ എല്ലാം ചെയ്യുന്നല്ല. പക്ഷേ നിന്നൊരു കുറവുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെയോ നിന്റെ സെൽഫ് കയറി വന്നു. നിന്റെ ആദ്യ സ്നേഹത്തെ ഫുള്ളി കോൺസിക്രേറ്റഡ് ആയിരുന്നു, ഫുള്ളി സാങ്ക്ടിഫൈഡ് ആയിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ വേർതിരിക്കപ്പെട്ടതായിരുന്നു, അപ്പോൾ ജസ്റ്റിഫൈഡ് ആയിരുന്നു. പക്ഷേ നിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു സെൽഫിന്റെ ഡിസൈർ കടന്നു വന്നു. നീ അതിന് സ്ലിപ്പായി. നീ ഏതിലാ വീടിരിക്കുന്നത് നിനക്കറിയാം. നീ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. നീ ഏതിൽ വീടിരിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ? ഫുള്ളി സാങ്ക്ടിഫൈഡ്, ഫുള്ളി കോൺസിക്രേറ്റഡ്, ദൈവത്തിനുമായിട്ട് പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മടങ്ങി വരിക. അപ്പോൾ മാത്രം നീ ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ നല്ല മലയാളത്തിലാണ് ഇതുവരെ സംസാരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇനി പ്രത്യേകമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ്റെയോ അല്ലെങ്കിൽ ഗ്രീക്കിനും ഹീബ്രുവിനും ആവശ്യമില്ല. സ്തോത്രം. അപ്പൊ കൊരിന്ത്യർ ലേഖനത്തിൽ 6:11 വാക്യെടുത്തിട്ട് ഞങ്ങൾ ഓൾറെഡി വിശ്വസിച്ച നാളിൽ ഓൾറെഡി സാങ്ക്ടിഫൈഡ് ആണ്, ഓൾറെഡി ജസ്റ്റിഫൈഡ് ആണ്. ഇനി നിങ്ങൾ ഈ സാങ്ക്ടിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു വരണമെന്ന് പറഞ്ഞാല് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. എപ്പോൾ നീ ടോട്ടലി നിന്റെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അവസ്ഥയിലാണോ, നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ, ഇനി വെളിപ്പെടാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുമ്പോൾ ചെയ്താൽ മതി. നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളിൽ എവിടെയാലും നിന്റെ സെൽഫിന്റെ ഡിസൈർ നീ നടത്തുന്നുണ്ടോ, യു ആർ ഔട്ട്, യു ആർ അഗൈൻ ബൗണ്ടഡ് വിത്ത് ദ സിൻ. നീ വീണ്ടും പാപത്തിന് അടിമത്വത്തിൽപ്പെട്ടിരിക്കുകയാണ്. യു നീഡ് ടു ബി റിപ്പന്റഡ്. മാനസാന്തരപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഏതൊരു സോളും എപ്പോൾ സാങ്ക്ടിഫൈഡ് അവസ്ഥയിലാണോ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അവസ്ഥയിലാണോ, ആ നിമിഷം വരേക്ക് അവൻ ജസ്റ്റിഫൈഡ് ആകുന്നുള്ളൂ. ദ മൂമെന്റ്, ഏത് നിമിഷത്തില് സെൽഫിന്റെ ഡിസൈറിനെ ചെയ്യുന്നോ, ഡിവൈൻ ജസ്റ്റിസ് കണ്ണടച്ചുകൊണ്ട് നിന്റെ മേൽ ശിക്ഷ വിധിക്കും. പണ്ടൊക്കെ നമ്മുടെ കോർട്ടിൽ ഒരു സ്ത്രീ രൂപം ഒരു ത്രാസ് കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് നിയമപരമായി തന്നെ മാറ്റി. എന്റെ അർത്ഥം എന്താ? നിയമത്തിന് കണ്ണില്ല. സ്തോത്രം. ഇന്ന് മാറിപ്പോയത്. പക്ഷെ ഡിവൈൻ ലോയ്ക്ക് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. മാറിയ പിന്നെ ദൈവമല്ല. സ്തോത്രം. നീതീകരണത്തിനുള്ള ഒരു നിബന്ധനയായി വിശുദ്ധീകരണം, അതായത് സാങ്ക്ടിഫിക്കേഷൻ, ജസ്റ്റിഫിക്കേഷൻ ഒരു കണ്ടീഷൻ, മാറ്റമില്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കുന്നത് കൊണ്ട്
ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എപ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളിൽ നിന്റെ സെൽഫിനെ റിനൗൺസ് ചെയ്ത് എന്നേക്കുമായിട്ട് ത്യജിച്ച് കളഞ്ഞ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണോ, ആ നിമിഷം വരെ മാത്രമേ നീ ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടവൻ എന്ന അവസ്ഥയിലല്ലോ. നീതീകരിക്കപ്പെടാത്ത ഒരൊറ്റ സോള് പോലും നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന നിങ്ങളുടെ സെൽഫിന്റെ ഡിസയേഴ്സ് കുറെ മോറൽ സിൻസ് അവോയ്ഡ് ചെയ്തു എന്നതുകൊണ്ട് നാകുന്നില്ല. അതൊക്കെ നിന്റെ ഉള്ളിൽ വന്ന രൂപാന്തരത്തിന്റെ ബാഹ്യ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാണ് ക്രൈസ്റ്റ് ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്രിസ്തു തന്നെ പേഴ്സൺ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ നോളജ് അല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറച്ച് വാക്യങ്ങളുടെ സംഭാരമല്ല. സാങ്ക്ടിഫിക്കേഷൻ ബുദ്ധിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനിലോ നടക്കുന്നതല്ല, നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ മാറ്റുന്നതാണ്. ഞാൻ ദൈവത്തിന് ശുശ്രൂഷിക്കാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ സെൽഫിന് ഞാൻ ത്യജിച്ചു കൊള്ളാം. ഇതൊക്കെ അർത്ഥം പറഞ്ഞ് നാളത്തോളം ക്രൂശ് എടുക്കുക. നിങ്ങൾ വെളിപ്പെട്ട് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹിക്കാവുന്ന വിധത്തിൽ മാത്രമേ ഇത്തരം പരിശോധനകൾ കേൾപ്പിക്കുകയുള്ളൂ. തകർത്ത് കളയുക എന്നുള്ളതല്ല ലക്ഷ്യം. എൻ്റെ അടുക്ക വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു പിതാവിനെ ആർഷിക്കപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ തകർത്ത് കളയുമെന്നുള്ള ഇഷ്ടത്തിലല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭയത്തോടും വിറയലോടും കൂടെ നിന്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിൻ. എപ്പോഴാണ് വേണ്ടത്? നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ. ഇപ്പോൾ ഒരു വലിയ അപ്പച്ചൻ്റെ എന്ന് പറഞ്ഞു, അയ്യോ ആഭരണം അബദ്ധമായി, ആരെങ്കിലും അല്പമായിട്ടൊന്ന് ആടി നിൽക്കുന്നതിന് ഒത്തിരി അപ്പച്ചൻ പറഞ്ഞു, വലിയ സെൻട്രൽ പാസ്റ്റർ അല്ലയോ? പിന്നെ നിങ്ങളുടെ പേര് എത്ര പേര് നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾക്ക് എത്ര സഭ സ്ഥാപിച്ചിട്ടുണ്ട്? ഇത്രയും വലിയ ഒരു പണ്ട് ദേവദാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ദേവദാസിനെ വിളിക്കാൻ എനിക്ക് നാണം തോന്നുന്നു. ഒരു 500 സഭകളെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാമെന്ന്. 500 സഭകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാം. എവിടെ എഴുതിയിരിക്കുന്നത്? തെറ്റ് തന്നെയാണ്. അത് മത്തായിച്ചൻ ചെയ്താലും അവറാച്ചൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. സെൻട്രൽ പാസ്റ്റ് ചെയ്താലും കുഞ്ഞ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഡിവൈൻ ലോയ്ക്ക് ഒരൊറ്റ യൂണിറ്റാണ്. ഒന്ന് തെറ്റിയാലും 1000 തെറ്റിയാലും തെറ്റാണ്. ഡിവൈൻ ലോ ശിക്ഷ വിധിക്കും. അവിടെ ഒരു വഴിയുണ്ട്. ഈ ശരീരത്തിലിരിക്കുന്ന മുൻപ് തന്നെ അവൻ്റെ വധത്താൽ അവൻ്റെ രക്തത്താൽ ആത്മാവിനാൽ കഴുകൽ പ്രാപിച്ച് ഏതിൽ വീണിരിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഫുള്ളി കോൺസെൻട്രേറ്റഡ്, ഫുള്ളി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നുമല്ല. നിന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? നിന്റെ അകത്ത് നീ വിളിച്ചു വരുത്തിയിരിക്കുന്ന എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് ഉയർത്തുന്ന എൻ്റെ ക്രിസ്തുവിന് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ഉടമ്പടിയാണ് പുതിയ നിയമം. ആ ഉടമ്പടിയിൽ നിന്ന് ഒരു ലോ തെറ്റിയാൽ എല്ലാം തെറ്റി. ഏകദേശം നിങ്ങൾക്ക് സാങ്ക്ടിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാകും. സാങ്ക്ടിഫൈഡ് ആകാത്ത ഒരൊറ്റ സോള് പോലും ജസ്റ്റിഫൈഡ് ആകുകയില്ല, നീതീകരിക്കപ്പെടുകയില്ല. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാത്ത ഒരൊറ്റ സോള് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനാകുന്ന വിധത്തിൽ ജസ്റ്റിഫൈഡ് നീതീകരിക്കപ്പെട്ടവനാകുകയില്ല. എന്നിരിക്കലും നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ച സമയത്ത് നീതീകരിക്കപ്പെട്ടവരായിട്ട്, പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല. യേശു ക്രിസ്തു ഒരു നാളും പാപം ചെയ്യാതിരുന്ന പോലെ നിങ്ങളെയും ഡിവൈൻ ഗവൺമെൻറ് കണക്കിടുന്നത് ഒരു നാളും പാപം ചെയ്യാത്തവരായിട്ടാണ്. എന്നാൽ നിങ്ങളുടെ സാങ്ക്ടിഫിക്കേഷൻ്റെ പ്രോസസ്സിൽ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായിട്ടുള്ള നിങ്ങളുടെ സെൽഫിൻ്റെ ഡിസയറുകൾ, മറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ, ഇനിയും ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ നിങ്ങൾ വരാത്തത് കുറവുകൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ വ്യക്തി താല്പര്യമോ സംഘടന താല്പര്യമോ ഏതെങ്കിലും താല്പര്യമാണോ വന്നിട്ട് അതിനെ മുറുകെ പിടിച്ചാൽ യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ആ മൂവ്മെൻറ്റിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു. വീണ്ടും നിങ്ങളുടെ അടിമത്തത്തിലായി വീണ്ടും നിങ്ങളുടെ യാത്ര നരകത്തിലേക്കാകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. ഞാൻ എടുക്കുന്ന ഒരു ഡെസിഷൻ, കർത്താവ് ഞാൻ എടുക്കുന്നൊരു ഡിസിഷൻ ഭൗതികമായും ആത്മീകമായാലും നിൻ്റെ ഹിതപ്രകാരമല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു. അതിനെ ഭയത്തോടും വിറയലോടും കൂടി എന്ന് പറഞ്ഞത്. ഇതിനെ സഹായിപ്പാൻ തക്കവണ്ണം
നിങ്ങളുടെ ബുദ്ധി അവിടെ പറഞ്ഞത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടാ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തെ ഹിതപ്രകാരം നിങ്ങളൊരു കാര്യം ചെയ്യാൻ പ്രവർത്തിക്കുന്ന നിങ്ങളല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതനുസരിപ്പാനുള്ള കൃപയും കൂടെ നിങ്ങൾക്ക് തരും. നിങ്ങളോട് അനുസരിക്കാൻ വലിയ ഭാരം പറയണ്ട. ക്രിസ്തുവിനേക്കാളും വലിയ ഇൻഫ്ലുവൻസ് വേറെ ഒരു ശക്തിക്കുമില്ല. നമ്മുടെ 3 ശത്രുക്കളായിരുന്നു ജഡത്തിനോ ദുഷ്ടാത്മ ലോകത്തിനോ ഈ വേൾഡിനോ. ക്രിസ്തുവിനേക്കാളും അതേ ശക്തിയില്ല. ഒരേ കാര്യം, നിങ്ങൾ ആരോട് പക്ഷത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യം. നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാൻ താല്പര്യപ്പെടുന്നോ, ഈ ലോകത്തിലേക്ക് ഇഴുകിച്ചേരാൻ താല്പര്യപ്പെടുന്നോ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് പോകാൻ താല്പര്യപ്പെടുന്നോ, ദുഷ്ടാത്മസ്ഥാനങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടത്തുമ്പോൾ അവിടെ കണ്ട് അതിനോട് ചേർന്നുകൊണ്ട് ഈ ശരീരത്തിലുള്ള കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നോ, നിങ്ങൾ അങ്ങോട്ട് പോകാൻ വൈഡായിട്ട് റോഡാണ്. ആരും ഒരു പ്രതികൂലം പറയില്ല. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് അവൻ നിങ്ങളെ നടത്തുവാനുമ്പോഴാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന പുളിക തലപൊക്കുന്നത്. ദൈവത്തോട് ശത്രുത്വമുള്ളവൻ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്കെതിരായി തീരും. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ആവശ്യകത. നമുക്ക് മുമ്പായി നടന്ന രക്ഷാനായകൻ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. തത്സമയത്ത് കൃപ ലഭിപ്പാൻ കൃപാസനത്തിൽ ധൈര്യത്തോടെ ചെല്ല. കാരണം നമ്മുടെ വേണ്ടിയുള്ള അറ്റോൺമെൻറ്റ് നടന്നു കഴിഞ്ഞു. ധൈര്യത്തോടെ കൃപാസനത്തേക്ക് കടന്നു ചെല്ലാം. എന്തിനാ? കൃപ ലഭിപ്പാൻ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യുവാൻ. അങ്ങനെ ഓവർകം ചെയ്യുന്നവർക്കാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രേറ്റ് സാൽവേഷൻ എന്ന ക്ലാസ് 12 എപ്പിസോഡുകളുണ്ട്. നിങ്ങൾ സാവകാശം സമയമെടുത്ത് അത് കാണുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവകൃപ നൽകും. ദൈവമേ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവെ നീ ആകർഷിക്കുന്ന ജനത്തെയും കൂട്ടി വരുത്തി അവർക്ക് വിശ്വസിപ്പാൻ, നിന്നിനെ ആശ്രയിപ്പാൻ, നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ, അങ്ങനെ കർത്താവ് അവർ നീതീകരിക്കപ്പെടുവാൻ ഇടയാക്കിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത വില, ആ പ്രായശ്ചിത്തം മാത്രമേ ഒരു മെറിറ്റായിട്ടുള്ള കർത്താവ്. ഞങ്ങളോട് ഞങ്ങളുടെ തലമുറകളോടും കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തോട് നീ കൃപ കാണിച്ചാട്ട്. നിന്റെ സ്നേഹത്വം കരുതലുമായി സ്തോത്രം. ഇസ്രായേൽ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രവൃത്തി ആവശ്യമാണ് കർത്താവ്. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.